ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കുന്നു. അപ്പോൾ നമ്മളിതാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ഇതാക്കണം കേട്ടോ. നമ്മൾ തലേന്നത്തെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേന്ന് രാത്രിക്കത്തെ കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഈ തലേന്നത്തെ രാത്രിക്കത്തും കൂടി ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഇതിന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളത് ഒരുങ്ങണം. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ബുക്ക് പൊടിയാണ് പോട്ടോ. അപ്പോൾ ബുക്ക് അപ്പത്ത് പൊടിയുണ്ട്, അത് കാണിച്ചു കൊടുക്കണം. അതല്ല, നിങ്ങളെ കാണിച്ചു വെക്കണോ? വേണ്ട, അമ്മമാർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങളെ കാണുന്നതാണ് അമ്മമാർ. പിന്നെ ഇതുള്ള അമ്മ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കൂടി കാണാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അവനെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാട്ടോ. ഈ വീഡിയോ എടുക്കുന്നതും യൂട്യൂബിൽ ഇങ്ങനെ ഇടുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാത്തൊരു ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു 5 വർഷം മുന്നേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഞാനതൊക്കെ നിർത്തി അതായിരുന്നു. ഇപ്പം അവനെന്ന് പറയണത് എന്താണെന്നറിയില്ല. ഒന്നാമതും പറയണത് എല്ലാവരും എന്നെ കണ്ട് ഞാനൊരു ഇതായി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും കളിയാക്കൂലല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ആട്ടോ പറയണത്. ഏതായാലും ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തലേന്ന് രാത്രി അവൻ്റെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പൊതിയാട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഉമ്മാൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് വാപ്പ അവർക്ക് ഈ വർണ്ണക്കടലാസ് അതൊക്കെ ആയിരുന്നു കൊണ്ടുവന്ന് കൊടുക്കൽ. എന്നിട്ട് അതൊരു പൊതിയുന്നത് ഭയങ്കര ഊറ്റായിരുന്നു. ഒക്കെ ആ ഒരു ഇതിനോട് ഒരേ മാതിരി ആയിക്കാരം പൊതിയുന്നത് എന്ന് പറയും. അങ്ങനെയൊക്കെ ഓരോ പഴയ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അന്നത്തെ പണ്ടത്തെ ഒരുപാട് ഇന്നത്തെ മാതിരി ഒന്നല്ലോ, പണ്ട് ഇതിലാറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസത്തിൽ ബുക്കൊക്കെ പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയൊരു ഒരു ഹാർട്ടിൻ്റെ ഇമോജോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമോജിയെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാക്കണം നമ്മളെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ കാര്യമായിട്ട് നമ്മൾ തലേന്നത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ നമ്മൾ കാര്യമായിട്ട് വിചാരിച്ചത് നമ്മളെ എല്ലാം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിലുണ്ടാകുമ്പോൾ ഓക്കെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഉമ്മയാണ് പൊതിഞ്ഞ് തരുന്നത്. അപ്പം എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞു. ഇനി നാളെ എത്ര മണിക്ക് പോവുക, അവിടെ നമുക്ക് 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകാൻ എല്ലാവരും റെഡിയായി. 11 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇതാണ് ഇറങ്ങാം കേട്ടോ. കാറിലാണ് പോണത്. പെരിന്തൽമണ്ണക്ക് 1 മണിക്കൂറിൻ്റെ യാത്ര ഇവിടെ നിന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇനിയിപ്പോൾ എല്ലാം വീഡിയോ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞതാണ്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങാണ്. പിന്നെ ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്നപ്പോൾ ഇങ്ങനെ പറയാം കേട്ടോ, ഐസ് ചെറുതായിരുന്നു. നമ്മൾ ഒരുപാട് വട്ടം അതായത് ഐസുവിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ വെച്ചിട്ട് തന്നെയായിരുന്നു, MES വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം എൻ്റെ ഫോളോ അപ്പ് അതിൻ്റെ ഓരോ വളർച്ചൻ്റെ ഓരോ ഇത് നോക്കലും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത് ഒരാഴ്ചയിലൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യം ടെസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ മാസത്തേക്ക് വന്ന് പിന്നെ ഒരു വർഷത്തിലാക്കിയിട്ട് പിന്നെ അങ്ങനെയായിരുന്നു സ്റ്റോപ്പാക്കിയത്. അപ്പോൾ ഇപ്പം പാത്തുനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് തന്നെ. ഇത്ര ലോങ് ആയിട്ട് തന്നെ പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം
അവൾക്ക് ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ അവൾ വെറും 3 മാസമല്ലേ ആൾക്കായിട്ടുള്ളൂ. അപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ വല്ല പനിയോ ഏതെങ്കിലുമൊക്കെ ഇതാവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. ഏതായാലും ഇതാട്ടോ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ടൈമൊക്കെ ആകെ പാളിപ്പോയിട്ടോ. കാരണം നല്ല ബ്ലോക്കിലായിപ്പോയി. 11 മണിയൊക്കെ കഴിഞ്ഞു, 11:10 ആയിട്ടോ. അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഐസോനെയും കൊണ്ടുപോയിരുന്ന ആ ഒരു ടൈമിനെ പറ്റിയൊക്കെ. കാരണം അവന് വളരെ ചെറിയൊരു കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോന്നൊക്കെ ഇങ്ങനെ ആ ഓർമ്മകളൊക്കെ അന്നിങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തി അവന് പാൽ കൊടുക്കുന്നതും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓനിങ്ങനെ ഹോസ്പിറ്റലിൽ ഏതായാലും കാണൂലല്ലോ. അപ്പോൾ ആ ഇതിൽ കൂടിയാണ് എൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ കിട്ടിയ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് ഓനക്ക് വയ്യും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അന്നത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും എത്ര പെട്ടെന്നല്ലേ കാലങ്ങൾ പോണത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാട്ടോ. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ 2020 നിന്ന് എനിക്ക് പെട്ടെന്ന് ഇവനൊന്ന് വലുതായി അവൻ്റെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവായി ഒരു ഇതിലേക്ക് പെട്ടെന്നൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു കേട്ടോ ഓരോ ദിവസങ്ങളും അന്നൊരു ഇതിൽ ഞാൻ കഴിച്ചു കൂട്ടിയിരുന്നത്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്നല്ലേ ആ കാലം കഴിഞ്ഞത് നമുക്കിങ്ങനെ അങ്ങനെ തോന്നിപ്പോവാട്ടോ. കാരണം അന്ന് നമുക്കങ്ങനെയാണല്ലോ, നമുക്കൊരു ഇതുണ്ടാകുമ്പോൾ ഒന്നൊന്ന് പെട്ടെന്നൊന്ന് വലുതായിരുന്നെങ്കിൽ അതിന് വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോ ദിവസം അങ്ങനെയൊക്കെയായിരുന്നു അന്ന് കഴിച്ച് കൂട്ടിയിരുന്നത്. ഇന്ന് ആലോചിക്കുമ്പോൾ ഇത് എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞു പോയത് എന്നൊക്കെ തോന്നിപ്പോവാട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിയാമല്ലോ നമ്മൾ ഹോസ്പിറ്റലല്ലേ, അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. കഴിയണ മതിരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കണ്ട് ആദ്യം നമ്മൾ ഓർത്തോൻ്റെ അതൊക്കെ തിരഞ്ഞു പിടിച്ച് അവിടെ പോയി കാണിച്ചൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് കാണിക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ മോൾക്ക് കുറച്ച് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫീഡിങ് റൂമിൽ വന്നതാണ്. പിന്നെ ഇനി നമ്മളോട് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഷൂസാണ്, ഒരു ഷൂസ് ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു ഷൂസിൻ്റെ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നല്ല റേറ്റുള്ളൊരു ഇഞ്ചക്ഷൻ തന്നെയാണ് കേട്ടോ. ആ ഒരു ഇഞ്ചക്ഷൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെറാപ്പി ഇത് പറഞ്ഞു. പിന്നെ സർജറി എന്ന് പറയുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സർജറി പോലത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇതാവും. അപ്പോൾ വീണ്ടും ഓൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ടേ ആൾക്ക് പറ്റുള്ളൂ. അതിന് കുറച്ചും കൂടി ഒരു ഏജ് 13-14 വയസ്സൊക്കെ ആകുമ്പോഴേ ഇനി അങ്ങനത്തെ നോക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ മുമ്പ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് അതിൻ്റെ ഉള്ളത്തെ ഹോസ്പിറ്റലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു. നമ്മളിതാട്ടോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് അടുത്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ PMRലും അതുപോലെ തന്നെ മറ്റേത് ഓഗസ്റ്റിലാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏതായാലും ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇവിടെ PMRൽ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജും മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ഓരോ ഇതൊക്കെ ആയപ്പോൾ ഇപ്പാനോടൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞതാണ് കേട്ടോ. വണ്ടിയത്തെ പാട്ടെന്ന് പറയുന്നത് ഫുൾ പഴയ പാട്ടായതുകൊണ്ട് ഇപ്പാൻ്റെ പാട്ടിടണ്ടെന്ന് പറഞ്ഞു. ഇപ്പാനോട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇപ്പാനോട് പാടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പാൻ്റെ പാട്ട് നമുക്ക് കുറച്ച് കേൾക്കാം. പാടിത്തളർന്ന ഗാനം ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം നമ്മൾ ഒരു മധുരം തീർക്കാം ഒരു നിധി കൊണ്ടു നമ്മൾ അങ്ങനെ പാട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി. എല്ലാവർക്കും നാടൻ ഫുഡ് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഐസോന് മാത്രം കുറച്ച് ബിരിയാണി, അവന് മാത്രം ബിരിയാണി മതിയായിരുന്നു. അപ്പോൾ അവന് ബിരിയാണി ആക്കി. ബാക്കി എല്ലാവരും നാടൻ ഫുഡ് തന്നെയാണ് കഴിച്ചത്.
അവിടുത്തെ ഫുഡ് ടൈപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഊണൊക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാണ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മഞ്ചേരിയിൽ പോയിട്ട് ഉപ്പാക്ക് മഞ്ചേരി മാർക്കറ്റിൽ കയറണം. മാർക്കറ്റിൽ നിന്ന് കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഉപ്പാക്ക് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേരി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഉപ്പാൻ്റെ കുറച്ച് വിത്ത് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ട് ഉപ്പാക്ക് കൃഷിൻ്റെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അവിടെ ഉപ്പാൻ്റെ കൃഷി ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാട്ടോ നമ്മൾ ഇവിടെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളത്തത് നോക്കാം. മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും മഴയൊക്കെ കുറച്ച് ചോർന്നു കേട്ടോ. അതുവരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ ഇതുവരെ വെയിലല്ലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെ കിട്ടി എല്ലാവർക്കും കുറച്ച് റാഹത്തൊക്കെ ആയില്ലേ. അപ്പോൾ അതാണ് നമ്മളിതാ ആദ്യം മീനിൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാനും നല്ല ഓന് മീൻ ഇങ്ങനെ അവിടെ ഇത് കണ്ടപ്പോൾ ഐസൂന് കാണാൻ ഇത് വേണ്ടിയിട്ട് അവിടേക്ക് കയറിയതാട്ടോ. ഓന് മീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. പിന്നെ കഴിഞ്ഞതൊക്കെ നമ്മൾ വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. ഇതാ പയറും വിത്തൊക്കെ വാങ്ങി. പയറും അതുപോലെ ചീര വിത്ത് അങ്ങനെ കുറച്ച് വിത്തുകളും ഇതൊക്കെ നോക്കി ഇപ്പം ഇങ്ങനെ വാങ്ങാണ് കേട്ടോ. ചീര വിത്തൊന്നും കൂടെ അപ്പോൾ വിത്ത് വാങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പം തന്നെ നല്ല ടൈം എന്ന് പറയുന്നത് നല്ല ലേറ്റായിട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആയപ്പോൾ തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പച്ചി എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒടുക്കം ഇറങ്ങൂല കേട്ടോ. 1 2 3 കാര്യങ്ങൾ അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പച്ചി ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒടുക്കം ഇറങ്ങൂല. ഒരു 2 3 കാര്യങ്ങൾ ചുരുങ്ങിയത് ഇപ്പൊക്കെ ചെയ്യാനുണ്ടാകും ഒടുക്കെങ്കിലും ഇറങ്ങിയാൽ. അങ്ങനെ ഇപ്പച്ചി ഇറങ്ങുള്ളൂ. അതാണ് ഇപ്പച്ചിനെ കണ്ടിട്ട് അതൊക്കെ ഭയങ്കര വലിയ ഡിസിപ്ലിനാണ് കേട്ടോ ആൾ. അപ്പോൾ ഇതാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ ഇവിടെ ഒരു ഇതിൽ നിർത്തിയിരുന്നു കേട്ടോ. ഉമ്മാക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു മാർക്കറ്റിൻ്റെ അടുക്ക് പോയിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. അപ്പോഴത്തേന് നല്ല മഴയായി, കണ്ണ് കാണാത്ത മഴയായിട്ടോ. നല്ല മഴ പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേന് സമയം 5 മണി ആയിട്ടുള്ളെങ്കിലും 6 മണി കഴിഞ്ഞ ഇതിലായിരുന്നു കേട്ടോ. ഒരു അത്രയും ഇടിയൊക്കെ വെട്ടി പെരും മഴയായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയൊക്കെ ആയപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഓരോ പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാണ് ഒരു പായസത്തിൻ്റെ ഇതിൽ നിർത്തിയതാട്ടോ. നല്ലൊരു അടപ്പായസം നമ്മൾ കുടിച്ചു. ഒക്കെ കഴിഞ്ഞു. പായസ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ നിർത്തിയത്. അപ്പോൾ അതാ എല്ലാവരും പായസമൊക്കെ കുടിച്ച് അടിപൊളിയായി. ഇനി നേരെ വീട്ടിലേക്ക് നമ്മൾ ആദ്യം ഉമ്മാൻ്റെ വീട് ഇവിടെ മഞ്ചേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ചേരി ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ക്ഷീണിച്ചിട്ട് ആർക്കും പിന്നെ എവിടേക്കും പോകുമൊന്നും വേണ്ട, വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഇനി ഒരു 3 ആഴ്ച പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓനെ PMRൽ ഇവിടെ കാണിക്കാൻ വന്നാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോടും അതൊക്കെ പോകണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ വീഡിയോസിന് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.